ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്തായാലും ചാപ്റ്റർ. ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണുള്ളത്. ഒന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഒന്ന് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ലാസ്റ്റ് ഉള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഇന്നലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഇൻഡിവിജ്വൽ സീരീസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് 3 തരത്തിലുള്ള സീരീസ് അല്ലേ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, ഒന്ന് ഡിസ്ക്രീറ്റ് സീരീസ്, ഒന്ന് കണ്ടിന്യൂസ് സീരീസ്. ഇതിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. അപ്പോൾ അത് സാമ്പിൾ വളരെ ചെറുതാകുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാൽ മതി. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് സീരീസിലാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ കണ്ടിന്യൂസ് സീരീസിലാണ് ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ഫെയിലിയർ എന്നാണ് അർത്ഥം. പി ആൻഡ് ക്യൂ, പി ആൻഡ് ക്യൂ ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസും ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയറും ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈൽ ടോസിങ് എ കോയിൻ ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ട്രയലിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് നമുക്കറിയാം ബേസിക് പ്രോബബിലിറ്റി പ്രകാരം 1/2 ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് 1/2, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1/2. ഓക്കെ, അപ്പോൾ 1 - 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 തന്നെ വരും. അപ്പോൾ സക്സസ് 1/3 ആണെന്നുണ്ടെങ്കിൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1/3. അപ്പോൾ എത്ര വരിക? 2/3 ആണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ പി എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആണ്, ക്യൂ എങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ അതിൻ്റെ PPT ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of x equal to n combination x, p raised to x, q raised to n minus x. ഇതാണ് ഇക്വേഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ n കോമ്പിനേഷൻ x, p raised to x, q raised to n minus x. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചാണ് ഈ ഒരു കാര്യം നോട്ടിലേക്ക് എടുത്ത് എഴുതുക. P of x equal to P of x നോ അല്ലെങ്കിൽ F of x നോ എന്ത് വേണമെങ്കിലും പറയാം, ഈക്വൽ ടു n കോമ്പിനേഷൻ x, p raised to x, q raised to n minus x. വേറെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിട്ടു. ഈ ഒരു ഇക്വേഷൻ ആദ്യം എടുത്തെഴുതുക നോട്ടിലേക്ക്. അതിനുശേഷം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാണ്. എത്ര കോയിനാണ് ടോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഡൈ ആണ് ത്രോ ചെയ്യുന്നത്, അതിനെയാണ് എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സക്സസ് ഇൻ സിംഗിൾ ട്രയൽ. ഇപ്പോൾ ഡൈ ആണ് ത്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 4 കിട്ടാനുള്ള ചാൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/6 ആണ്. ഡൈ ത്രോ ചെയ്യുമ്പോൾ ഔട്ട്കംസ് നമുക്കറിയാലോ 1, 2, 3, 4, 5, 6 ആണ്. ഇതിന് ഫേവറബിൾ ചാൻസ് 4 കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1. ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ് 6. അപ്പോൾ 1/6 ആണ് അതിൽ വരിക. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 1/6. ഫെയിലിയർ അപ്പോൾ എത്രയാവും? 1 കിട്ടിയാലും ഫെയിലിയർ ആണ്, 2 കിട്ടിയാലും ഫെയിലിയർ ആണ്, 3 കിട്ടിയാലും ഫെയിലിയർ ആണ്, 5 കിട്ടിയാലും ഫെയിലിയർ ആണ്, 6 കിട്ടിയാലും ഫെയിലിയർ ആണ്. അപ്പോൾ ബാക്കിയുള്ള 5/6ഉം ഫെയിലിയർ ആണ്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 5/6 ആണ്. ഓക്കെ, അപ്പോൾ എന്നും പിയും മനസ്സിലായതിൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പിയും n, പി, ക്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ. അപ്പോൾ ഇതിലത്തെ ഓരോ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ. ക്യൂ ഇതാണ്, പിയും ക്യൂവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും 1 ആവും. അപ്പോൾ പി കാണാച്ച എന്ത് ചെയ്താൽ മതി? 1 - ക്യൂ ചെയ്താൽ മതി. അതുപോലെ ക്യൂ കാണാച്ച എന്ത് ചെയ്താൽ മതി? ക്യൂ കാണാച്ച 1 - പി ചെയ്താൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്നും എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കോമ്പിനേഷൻ കാണാന്നുള്ളതാണ്. കോമ്പിനേഷൻ ഓൾറെഡി നിങ്ങൾ ബേസിക് പ്രോബബിലിറ്റിയിൽ പഠിച്ചാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 × 3 × 2. പിന്നിലേക്ക് 3 എണ്ണം പോവാം. 4 × 3 × 2 ഡിവൈഡഡ് ബൈ 3 × 2 × 1. ഇങ്ങനെയാണ് കോമ്പിനേഷൻ കാണുന്നത്. അതിന് കാൽക്കുലേറ്ററിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഒരു എക്സാമ്പിൾ കൂടി പറയാം. 8C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 7 × 6 ഡിവൈഡഡ് ബൈ 3 × 2 × 1. നിങ്ങൾ നോട്ടിലൊന്ന് എഴുതി നോക്കും, എന്നാലും അത് മനസ്സിലാവുള്ളൂ. 8C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8C3 ഈക്വൽ ടു 8 ×
7 into 6 divided by 3 into 2 into 1. ഇതാണ് അതിൻ്റെ ഇത് സോൾവ് ചെയ്ത കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത മനസ്സിലാവും. അതേപോലെ തന്നെ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഒരു എക്സാമ്പിൾ കൂടി പറയാം. 14C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? C4 എന്നല്ലേ, അവിടെ താഴത്ത് 4 അല്ലേ, അപ്പോൾ ആ 4 എന്ന് വെച്ചിട്ട് നമ്മുടെ പിന്നിലേക്ക് 4 സംഖ്യ 4 1 4 14 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഇൻറ്റു 1 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇത് മൊത്തം ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണാം, ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ് കാണാം, ഡിവൈഡ് ചെയ്യുക, ആൻസർ ആയി. ഇതാണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോമ്പിനേഷൻ ഒന്ന് ചെയ്ത് നോക്കിയോ, കുറച്ചൊരു 2-3 കോമ്പിനേഷൻസ് എടുത്തിട്ട്, അതായത് 10C3 4C3 5C3 9C3 അല്ലെങ്കിൽ 7C4 7C6 അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 6 ആ അടിയിൽ പറഞ്ഞ സാധനത്തിൻ്റെ അത്രയ്ക്കും ബാക്കിലേക്ക് പോവാം, താഴത്തും അതേപോലെ പോവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് ഇനി ഇപ്പോൾ ഇത്രയും ഇതിന്റെ ഇക്വേഷൻ മനസ്സിലായ n കോമ്പിനേഷൻ x p raised to x q raised to n minus x എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് നേരെ കിടക്കാം. എന്താണ് ആദ്യത്തെ പ്രോബ്ലം പറയുന്നത്? 4 coins are tossed simultaneously. What is the probability of getting 2 heads? അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ ആദ്യം എഴുതേണ്ടത് അതിന്റെ ഇക്വേഷൻ എഴുതും. പ്രോബബിലിറ്റി p of x equal to 2 എന്ന് എഴുതുക. n കോമ്പിനേഷൻ x p raised to x q raised to n minus x. പിന്നെ ഓരോന്നിടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കോയിൻസ് ടോസ് 4 ആണ്. അതേപോലെ തന്നെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടാനുള്ള ഹെഡ്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ്, അതാണ് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെത്ര വരിക? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അപ്പോൾ ഈക്വൽ ടു 1/2. q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus p, അതായത് 1 minus 1/2 ഈക്വൽ ടു അതും 1/2 തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads, 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? p of x equal to 2, p of x equal to 2. അപ്പോൾ അതിന്റെ ഇക്വേഷൻ n കോമ്പിനേഷൻ x p raised to x q raised to n minus x. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, cn എഴുതുക, പിന്നെ 2, പിന്നെ 1/2 raised to 2 into 1/2 raised to 4 minus 2. അപ്പോൾ n കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക 4 into 3 ഡിവൈഡഡ് ബൈ 2 into 1. 4 into 3 എന്ന് പറഞ്ഞാൽ 12, 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. ഇങ്ങനെയാണ് ഈ 6 കിട്ടിയിരിക്കുന്നത്. 4C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 3 ഡിവൈഡഡ് ബൈ 2 into 1 into 1/4, അതായത് 1/2 into 1/2 എന്ന് പറഞ്ഞാൽ 1/4. അവിടെ 4 minus 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് പവർ വരിക, അതുകൊണ്ട് 1/2 into 1/2 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/16 വരും. 6 into 1 അല്ലേ, 6/16, 4 into 4 16. അപ്പോൾ 6/16 എന്ന് പറയുമ്പോൾ ചെറുതാക്കുമ്പോൾ 3/8. ഇതാണ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരുന്നത്? The probability that a batsman score a century in a cricket match is 1/3. What is the probability that out of 5 matches he may score century in exactly 2 matches? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ no match എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. n കോമ്പിനേഷൻ x p raised to x q raised to n q raised to x എന്നുള്ള ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ n ഉം p ഉം q ഉം. n ഇവിടെ എത്ര മാച്ചാണ് കളിക്കുന്നത്? 5 മാച്ചാണ്. അപ്പോൾ 5. നമ്പർ ഓഫ് മാച്ചസ് ഈക്വൽ ടു 5. അതേപോലെ തന്നെ സ്കോറിംഗ് എ സെഞ്ചുറിയുടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. സ്കോറിംഗ് അതിന്റെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ് ഇൻ സിംഗിൾ ട്രയൽ 1/3 ആണ്. ഇപ്പോൾ ഫെയിലിയർ കാണുന്ന വെച്ചാൽ q ഈക്വൽ ടു 1 minus 1/3 ഈക്വൽ ടു 2/3. q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus 1/3 ഈക്വൽ ടു 2/3 ആണ്. അപ്പോൾ p ആയി q ആയി. ഇനി probability of scoring a century in 2 matches equal to x equal to 2. probability of x equal to 2 തന്നെയാണ്, പഴയ പോലെ തന്നെയാണ്. അപ്പോൾ അത് ചെയ്യണമെച്ചാൽ എങ്ങനെയാണ് ചെയ്യുക? n കോമ്പിനേഷൻ x p raised to x q raised to n minus x. അപ്പോൾ അതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 5C2 into 1/3 raised to 2 into 2/3 raised to 5 minus 2. 2/3 raised to 5 minus 2. അപ്പോൾ എങ്ങനെ വരും? 5C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 5 into 4
5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ I 4 20. 5 ഇൻറ്റു 4 4 ഇൻറ്റു 5 ഈക്വൽ ടു 20. 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ 20/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അങ്ങനെയാണ് ഈ 10 കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ 1/3 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 1/3. 1/3 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 9. 3 ഇൻറ്റു 3 9. അതേപോലെ തന്നെ 2/3 റേസ് ടു 5 മൈനസ് 2 n മൈനസ് 2 n മൈനസ് x ആണ്. അപ്പോൾ 5 മൈനസ് 2. അപ്പോൾ 2/3 റേസ് ടു 3 വരും. അപ്പോൾ 8/27. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 80/243. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. ഈ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നോ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 0. x ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നത്. ഏതൊരു സംഖ്യയുടെയും കോമ്പിനേഷൻ 0 ആണിച്ചാൽ ആൻസർ 1 ആണ്. അപ്പോൾ 5c0 ഇൻറ്റു 1/3 റേസ് ടു 0 ഇൻറ്റു 2/3 റേസ് ടു 5 മൈനസ് 0. അപ്പോൾ എങ്ങനെ വരിക? 50 ഇതിന്റെ ഏതൊരു സംഖ്യയുടെ കോമ്പിനേഷൻ 0 ആണിച്ചാൽ 1. അതേപോലെ ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണിച്ചാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 പിന്നെ 2/3 റേസ് ടു 5 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെ എഴുതുമ്പോൾ 32 കിട്ടും. അതേപോലെ തന്നെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 243 കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 32/243 ഈക്വൽ ടു 32/243 എന്ന് വരും. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32/43 ആണ് ആൻസർ വരും. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം അടുത്തതിൽ എന്താ പറയുന്നത്? 8 unbiased coins were tossed simultaneously. Find the probability of getting exactly 4 heads, no heads at all, 6 or more heads, at most 2 heads, number of heads ranging from 3 to 5. ഇതൊന്നും നോക്കണ്ട, ഇത് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല, നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 8 unbiased coins were tossed എന്ന് പറഞ്ഞാൽ അപ്പോൾ n ഈക്വൽ ടു 8 ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും എന്താ പറയുക, കോയിനാണ് ടോസ് ചെയ്യണമെങ്കിൽ എപ്പോഴും അതിന്റെ പ്രോബബിലിറ്റി ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ടെയിൽ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അതായത് സക്സസ് ഇൻ സിംഗിൾ ട്രയൽ 1/2, ഫെയിലിയർ ഇൻ സിംഗിൾ ട്രയൽ 1/2 ആണ്. അപ്പോൾ അത് PM Qവും 1/2 എന്നാണ് എഴുതുന്നത്. അതിനുശേഷം PM Qവും എഴുതിയതിന്റെ ശേഷം നമ്മൾ അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എക്സാക്ട്ലി 4 ഹെഡ്സ്. എക്സാക്ട്ലി 4 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണക്കാക്കുക? എക്സാക്ട്ലി 4 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കോമ്പിനേഷൻ എക്സിന്റെ അവിടെ 4 ആണ് വരിക. അപ്പൊ n എത്രയാണ്? 8c4 ഇൻറ്റു 1/2 റേസ് ടു 4 ഇൻറ്റു 1/2 റേസ് ടു 8 മൈനസ് 4 അങ്ങനെയാണ് വരും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. അത് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നോ ഹെഡ്സ് അറ്റ് ഓൾ. നോ ഹെഡ്സ് അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 എങ്ങനെ സോൾവ് ചെയ്യാം? x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറ്റിയതില്ലേ, n കോമ്പിനേഷൻ എക്സിന് അവിടെ 0 എന്ന് കൊടുക്കുക. അപ്പോൾ 8c0 ഇൻറ്റു 1/2 റേസ് ടു 0 ഇൻറ്റു 1/2 റേസ് ടു 8 മൈനസ് 0. 8 മൈനസ് 0. അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ടും 1 ആണ്. 1 ഇൻറ്റു 1 ഇൻറ്റു 1/2 റേസ് ടു 8 എന്ന് വരും. അതിനെ 1/2 ഇൻറ്റു 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2നെ 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അത് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് എന്താ പറഞ്ഞത്? നോ ഹെഡ്സ് പറഞ്ഞു. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 6 or more heads. 6 or more heads എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 or 6 കൂടുതലോ. 6 or 6 കൂടുതലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആവാം, 7 ആവാം, 8 ആവാം. കാരണം 8 കോയിനാണ് ടോസ് ചെയ്യുന്നുള്ളൂ. പിന്നെ 9, 10 ഒന്നും ആവില്ല. അപ്പോൾ 6 or more എന്ന് പറഞ്ഞാൽ 6, 7, 8. അപ്പോൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 6 കാണാം, പിന്നെ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 7 കാണാം, പിന്നെ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 8 കാണാം. ഈ 3 എണ്ണവും കണ്ടതിന്റെ ശേഷം 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി ആയി. 6 or more എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്നാണ് പറയുന്നത്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അറ്റ്ലീസ്റ്റിന്റെ ഓപ്പോസിറ്റ്, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 or 2 കൂടുതലോ ആണ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 or 2 കുറവോ. ഇവിടെ അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or 2 കുറവോ. 2 or 2 കുറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുവരെ ആവാം?
2 1 0 ആവാം. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രോബബിലിറ്റി കാണും? x = 0 കാണാം, x = 1 കാണാം, x = 2 കാണാം. ഇത് മൂന്നും കണ്ടതിന് ശേഷം ആഡ് ചെയ്യുക. അപ്പോൾ അറ്റ്മോസ്റ്റ് 2 എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ആയി. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഹെഡ്സ് റേഞ്ചിങ് ഫ്രം 3 to 5, 3 മുതൽ 5 വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം പ്രോബബിലിറ്റി ഓഫ് x = 3 കാണാം, പ്രോബബിലിറ്റി ഓഫ് x = 4 കാണാം, പ്രോബബിലിറ്റി ഓഫ് x = 5 കാണാം. ഇത് മൂന്നും കണ്ടതിന് ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഞ്ചിങ് ഫ്രം 3 to 5 ആയി. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ നോട്ടായിട്ട് തന്നു മാത്രമേ ഉള്ളൂ. ഏതൊരു സംഖ്യയുടെയും കോമ്പിനേഷൻ 0 കാണിച്ചാൽ ആൻസർ 1 ആണ്. ഏതൊരു സംഖ്യയുടെയും പവർ 0 കാണിച്ചാൽ 1 ആണ്. ഏതൊരു സംഖ്യയുടെയും പവർ 0 കാണിച്ചാൽ ആൻസർ 1 ആണ്. അതായത് 1/2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ 8C0 അല്ലെങ്കിൽ 10C0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതുപോലെ ഏതൊരു സംഖ്യയുടെയും കോമ്പിനേഷൻ അതേ സംഖ്യ തന്നെയാണെന്നുണ്ടെങ്കിൽ 8C8 ആണെന്നുണ്ടെങ്കിൽ ആൻസർ 1 ആണ്. അതായത് 4C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. 3C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് വരിക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതേ തന്നെയാണ് വരിക. പിന്നെ വലിയ വലിയ സംഖ്യകളൊക്കെ ആകുമ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം പറഞ്ഞു തന്നു. ഇതൊന്നും നിങ്ങൾ അത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. 8C6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 അല്ല. അപ്പോൾ 8C2 കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി എന്നാണ് അർത്ഥം. അതുപോലെ 8C7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ. അപ്പോൾ 8C1 കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി എന്നാണ്. അതൊരു നോട്ടായിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വലിയ സംഖ്യകൾ നമ്മൾ കുറേ ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് 8C6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് 8 × 7 × 5 × 6 × 7 × 4 അങ്ങനെ അപ് ടു 6 എണ്ണം വരെ ചെയ്തിട്ട് താഴത്തെ 6 × അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 8C2 ഡയറക്റ്റ് ആയി കണ്ടാവും. ഇവിടെ ഇതും തമ്മിലുള്ള ഡിഫറൻസ് അത് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇവിടെ അതുപോലെ കണ്ടില്ലേ? ഒന്നില്ലെങ്കിൽ 8 × 6 × 5 × അങ്ങനെ ചെയ്തു വരാം. അതല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 8C1 അങ്ങനെയായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ. ആ ഒരു വർക്കിംഗ് നോട്ട് തന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബാസ്കറ്റ് കണ്ടെയ്ൻസ് 20 bad oranges, 80 good oranges. 3 are drawn at random from this basket. Find the probability that of 3, exactly 2, at least 1, at most 2 are good oranges. 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓറഞ്ചിന്റെ എന്താ പറയുക, മൊത്തം എത്ര ഓറഞ്ച് ഉണ്ട്? ആകെ 20 ബാഡും ഉണ്ട്, 80 ഗുഡും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഓറഞ്ചസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/100 എന്ന് പറഞ്ഞാൽ ബാഡ് ഓറഞ്ചസിന്റെ പ്രോബബിലിറ്റിയും 80/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഓറഞ്ചസിന്റെ പ്രോബബിലിറ്റിയും ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ഫ്രാക്ഷൻ ആക്കുകയാണെന്ന് വെച്ചാൽ 20/100 എന്ന് പറഞ്ഞാൽ 0.2, 80/100 എന്ന് പറഞ്ഞാൽ 0.8, P = 0.8ഉം Q = 0.2 അങ്ങനെ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ 8/10 അങ്ങനെയൊക്കെ ആക്കിയിട്ടും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പ്രകാരം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വിചാരിക്കുന്നത് P = 0.8ഉം Q = 0.2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? നേരത്തെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റൻ എക്സാക്ട്ലി 2 എന്നാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് x = 2 കൊടുക്കുക. അപ്പോൾ n എത്രയാണ് ഇവിടെ പറയുന്നത്? എത്ര എണ്ണ എടുക്കുന്നത്? 3 ആണ് എടുക്കുന്നത്, 3 ആണ് എടുക്കുന്നത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ആദ്യത്തെ n കോമ്പിനേഷൻ 2 എന്ന് പറയുമ്പോൾ 3C2 ഇൻറ്റു നമ്മുടെ P 0.8 അല്ലേ, 0.8 raised to 2 ഇൻറ്റു 0.2 raised to 3 minus 2. 3 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 3 എന്ന് പറഞ്ഞാൽ n ആണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആൻസർ എത്രയെന്നുള്ളത് 3C2 കാണാം. അതേപോലെ തന്നെ 0.8 raised to 2 കാണാം. അതേപോലെ തന്നെ 0.2 raised to 1 ആണ് വരിക. അപ്പോൾ അതന്നെയാണ് വരിക. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ ഒന്നിൽ കൂടുതലോ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നില്ല. മാക്സിമം 3 ഓറഞ്ചാണ് എടുക്കുന്നത്, 3 ഓറഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം മാക്സിമം 3 വരെ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാവാം? 1 ആവാം, 2 ആവാം, 3 ആവാം. 1, 2, 3 എടുക്കുക. ഇതിലത്തെ 1, 2, 3യിലത്തെ 1 കാണാം, 2 കാണാം,
3 കാണാം, 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, ഇനി അറ്റ്മോസ്റ്റ് 2 ഓർ ഗുഡ് ഓറഞ്ചസ് എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ്. അറ്റ്മോസ്റ്റ് അറ്റ്ലീസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അറ്റ്മോസ്റ്റ് 2 ഓറഞ്ചസ് എന്ന് പറഞ്ഞാൽ 2 ആവാം, 1 ആവാം, 0 ആവാം. 2 കാണാം, 1 കാണാം, 0 കാണാം. അത് കണ്ടതിന്റെ ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് ആയി. അറ്റ്മോസ്റ്റ് എന്നുള്ളതിന്റെ ആയി. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ അടുത്തത് ഒരു ഇല്ലസ്ട്രേഷൻ തന്നിരിക്കുകയാണ്. കൺസിഡർ ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് 2 ബോയ്സ് ആൻഡ് 2 ഗേൾസ്? 2 boys and 2 ഇവിടെ വിളിച്ചു പറയാം. 2 boys and 2 girls, at least 1 boy, no girls, at most 2 girls, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈക്വൽ പ്രോബബിലിറ്റി ബോയ്സിന്റെയും ഗേൾസിന്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആണ്. അപ്പോൾ P ഈക്വൽ ടു 1/2 ആണ്, Q ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബോയ്സിന്റെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഗേൾസിന്റെ വെച്ച് ചെയ്യാം. അപ്പോൾ 2 boys and 2 girls പറഞ്ഞാൽ രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 മാത്രം ചെയ്താൽ മതി. ഒന്ന് ബോയ്സിന്റെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗേൾസിന്റെ ചെയ്യേണ്ട അത് തന്നെയാണ് കിട്ടുകയെന്ന് അർത്ഥം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എത്ര ഫാമിലിയാണ് ഉള്ളത്? കൺസിഡർ ദ ഫാമിലീസ് വിത്ത് 4. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4c2 ഇൻറ്റു 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 4 - 2. അതാണ് ആദ്യത്തെ. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ബോയ് എങ്കിലും ഉണ്ടാവണം, ഫാമിലിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു 1 ചെയ്യാം, x ഈക്വൽ ടു 2 ചെയ്യാം, x ഈക്വൽ ടു 3 ചെയ്യാം, x ഈക്വൽ ടു 4 ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അറ്റ്മോസ്റ്റ് 2 ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിന്റെ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈക്വൽ പ്രോബിലിറ്റി ആവുന്ന കാരണം ആരുടെ വേണമെങ്കിലും ഏത് പോയിന്റ് ഓഫ് വ്യൂലും ചെയ്യാം. ബോയ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഗേൾസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ചെയ്യാം. കാരണം പിയും ക്യൂവും സെയിം ആണ്, 1/2 ആണ്. അതുകൊണ്ട് ആ പ്രോബ്ലം ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 ഗേൾസ് അറ്റ്മോസ്റ്റ് 2 ഗേൾസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 കാണുക, 1 കാണുക, 0 കാണുക, ആഡ് ചെയ്യും, ആൻസർ ആയി. ഓക്കെ, ഇനി ഇതിൽ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടിയ പ്രോബബിലിറ്റീനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എപ്പോഴും പെർസെൻറ്റേജ് കാണാൻ അത്ര മാത്രമേ ഉള്ളൂ. എത്രയാണോ പ്രോബബിലിറ്റി കിട്ടി ആ പ്രോബബിലിറ്റീനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ഈ ഇക്വേഷൻസ് ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് പ്രോബബിലിറ്റി എന്ന പെർസെൻറ്റേജ് കാണാൻ വെച്ചാൽ നമ്മൾ പ്രോബബിലിറ്റി ഇൻറ്റു 100 ആണ്, നമ്പർ അല്ല. എണ്ണം കാണാൻ പറഞ്ഞാലാണ് പ്രോബബിലിറ്റി ഇൻറ്റു 100. സോറി, നമ്പർ, ടോട്ടൽ നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് അതിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെയാണ്. ആ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ ഇതുവരെയാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത്. ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മൊത്തത്തിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വീഡിയോ ആയിട്ടുണ്ട് ഞാൻ തന്നിട്ടുണ്ട്, അതേപോലെ ലൈവായിട്ടും ക്ലാസ് തന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള യാതൊരു ചാൻസും ഇല്ല തോന്നുന്നു. ഓക്കെ.